അപ്പോൾ ഗൈസ്, നമ്മളിപ്പം വന്നിരിക്കുന്നത് വയനാട് ജില്ലയിലെ ശ്രീ കാളീശ്വരി ക്ഷേത്രത്തിലേക്കാണ്. തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിക്കായി ഇടതുവശത്തായി ഒരു ബോർഡ് കാണാം. ശ്രീ കാളീശ്വരി ക്ഷേത്രം കോട്ടിയൂർ. ഈ ഇടവഴിയിലൂടെ വേണം ക്ഷേത്രത്തിലേക്ക് പോകാൻ. വയനാട്ടിലെ കാട്ടിക്കുളത്തിൽ നിന്നും തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ പുരാതന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കരിങ്കൽപ്പാളിയിൽ കൊത്തുപണികൾ ചെയ്താണ് കവാടം നിർമ്മിച്ചിരിക്കുന്നത്. കൈകൂപ്പി സ്വാഗതം ചെയ്യുന്ന രണ്ട് മനുഷ്യരെയാണ് കവാടത്തിൻ്റെ തൂണിൽ കൊത്തിവെച്ചിരിക്കുന്നത്. വനത്താൽ ചുറ്റപ്പെട്ടിട്ടാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മനോഹരമായ കാഴ്ചയാണ് എവിടെ നോക്കിക്കഴിഞ്ഞാലും കാണാൻ കഴിയുക. ലവകുശലന്മാരാണ് ഇവിടത്തെ ആരാധനമൂർത്തി എന്ന് കരുതപ്പെടുന്നു. അശ്വമേധത്തിനായി രാമൻ അയച്ച കുതിരയെ പുത്രന്മാരായ ലവകുശലന്മാർ പിടിച്ചുകെട്ടിയ ഇടമാണെന്ന് വിശ്വസിക്കപ്പെടുന്നതിനാൽ കുതിരക്കോട് എന്ന് അറിയപ്പെടുന്നു. വയനാട്ടിലെ ജൈനക്ഷേത്രങ്ങളുടെ നിർമ്മാണ ശൈലിയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. കരിങ്കല്ലിൽ കൊത്തിയെടുത്ത വിഗ്രഹമാണ് ഇതിനുള്ളിൽ ഉള്ളത്. അമ്പലത്തിൻ്റെ മുറ്റം പുല്ല് ആയതുകൊണ്ട് മുഴുവനും പച്ചപ്പാണ് കാണാൻ കഴിയുക. കരിങ്കല്ലിൽ തീർത്ത രണ്ട് ക്ഷേത്രങ്ങളാണ് ഇവിടെ കാണാൻ കഴിയുക. ഇപ്പോഴും ഇവിടെ പൂജകൾ നടക്കാറുണ്ട്. ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് രണ്ട് വിളക്ക് വയ്ക്കുന്ന തറകളും കാണാൻ കഴിയും. ഈ ക്ഷേത്രത്തിൻ്റെ മുകളിലേക്ക് ഒരു വഴി കാണാം. ആ വഴിയിലൂടെ കയറിപ്പോകുമ്പോൾ വലതുവശത്തായി ഒരു തറയുണ്ട്. തറയുടെ മുകളിലായി കുറേ ശൂലങ്ങൾ കുത്തിവെച്ചിട്ട് കാണാൻ കഴിയും. ശൂലത്തിൻ്റെ മുകളിലായി കുറേ കരിവളകളും കാണാൻ പറ്റും. ഈ ശൂലത്തിൽ കരിവളകൾ സമർപ്പിച്ചാൽ വിവാഹ തടസ്സം മാറി വിവാഹം നടക്കുമെന്നാണ് വിശ്വാസം. പല ആൾക്കാരും ഇവിടെ വന്ന് കരിവളകൾ സമർപ്പിക്കാറുണ്ട്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ഇതുപോലുള്ള കിടക്കാച്ച വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ബൈ ബൈ.